2000-ലധികം പേർക്ക് ഒരേ സമയം സദ്യ നൽകാനായി പുത്തരിക്കണ്ടം മൈതാനത്തെ അടുക്കള ഒരുങ്ങുകയാണ്. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കലവറ എപ്പോഴും സമ്പന്നമാണ്. പാചകം എന്ന കലയുടെ വിശേഷങ്ങളാണ് പുത്തരിക്കണ്ടത്തിന് പങ്കുവയ്ക്കാനുള്ളത്. നല്ല തള വന്ന സാമ്പാറാണ്. ഊട്ടുപുരയിൽ ഉച്ചക്കത്തേക്കുള്ള വട്ടങ്ങളെല്ലാം ഒരുങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയിടം നമ്പൂതിരിയുടെ ഊട്ടുപുരയ്ക്കകത്താണ്. ഇവിടെ സാമ്പാറൊക്കെ റെഡിയായി, നല്ല മണം. അതോടൊപ്പം തന്നെ പരിപ്പ്, പായസം, തോരൻ, അവിയൽ, മധുര പച്ചടി, അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊട്ടുപുരയിലെ മറ്റു വിശേഷങ്ങൾ കണ്ടുവരാം. ക്യാബേജ് കട്ട് ചെയ്യുന്ന പണിയിലാണ്. തിരുവല്ലല്ലേ സ്ഥലം? തിരുവല്ല അല്ലേ? എരുമേലി. എരുമേലിയുള്ള സുഭാഷ് ചേട്ടനാണ് നമ്മളോട് ക്യാബേജ് കട്ട് ചെയ്യുന്നത്. ഉച്ചക്കത്തേക്കുള്ള തോരത്തിനുള്ളതാണ്. തോരൻ സാധാരണ ഈ പരിപ്പും പയറൊക്കെ ഇട്ടിട്ടൊരു ക്യാബേജ് തോരൻ വെക്കുന്നത്, നല്ല ബ്രൗൺ കളറിൽ. അതിൻ്റെ പണിയിലാണ്. അപ്പോൾ ഊട്ടുപുരയിൽ നിന്ന് ഞാൻ ക്യാബേജ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി ഉണ്ട്. മഞ്ഞ കളർ പച്ചടിയെ കാട്ടി എന്താ ഈ കളർ മാറാൻ പ്രശ്നം? കളറ് പഞ്ചസാര ഇടുമ്പോൾ വരുന്ന കളറാ. പഞ്ചസാര ഇടുമ്പോൾ അതിന് മുമ്പ് എന്തായാലും മുളക് പൊടി പഞ്ചസാരയാണല്ലേ? മുളക് പൊടി, മഞ്ഞപ്പൊടി, തേങ്ങ എല്ലാം ഉണ്ട്. ആരും സംസാരിക്കുന്നില്ല. കാരണം സംസാരിക്കുന്ന സമയത്ത്, അതായത് കട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിച്ചാൽ കൈ മുറിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും വേറെ ജില്ലയിലുള്ള അല്ലേ? ചേച്ചി എവിടുന്നാ? കായംകുളം. എല്ലാവരും കായംകുളക്കാരാണ്. എല്ലാവരും ഈ ടീമിന്റെ ഭാഗമാണോ? ആണ്. എല്ലാ സ്ഥലത്തും പോകും. പോകും. പ്രായത്തിൽ നിന്നെ ഞാൻ ചെന്നപ്പോൾ കുളിച്ചാലും കുളിച്ചാലും കക്കവേലു തീരല്ലോ എന്നെ പുന്നാരേ, കക്കവേലു തീരല്ലോ. പ്രായത്തിൽ ഞാൻ ചെന്നപ്പോൾ അടുക്കള 4 ദിവസം പുത്തരിക്കണ്ടത്ത് സജീവമാണ്. പഴയിടത്തിന്റെ നേതൃത്വത്തിൽ ആ അടുക്കള ഏത് സമയത്ത് ആര് വന്നാലും വയർ നിറച്ച് മനസ്സ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോകാം. ക്യാമറമാൻ വിവേക് നേവത്തോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.